വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉത്തരവിൽ തലയൂരി സംസ്ഥാന സർക്കാർ. ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളും ശാസ്ത്രജ്ഞരും മേപ്പാടി പഞ്ചായത്ത് സന്ദർശിക്കരുത് എന്ന പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവ് തിരുത്താൻ മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. സെയ്ഫ് സൈനുലാബ്ദീൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സെയ്ഫ്, ആളുകൾ അങ്ങോട്ട് ചെന്ന് ഈ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കരുത്, അതുകൊണ്ട് ആളുകളെ വിലക്കുന്നത് കുഴപ്പമില്ല, നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ എന്തുകൊണ്ട് ഇത്തരത്തിൽ ശാസ്ത്രജ്ഞരെയും ഒക്കെ വരരുത് എന്ന് പറയുന്നു എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ. ഉത്തരവാണ് മുഖ്യമന്ത്രിയുടെ ഉത്തരവിലൂടെ പുറത്തു വരുന്നത്. അമൃത, അത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ച ഉണ്ടായി എന്ന തോന്നലുണ്ടാക്കുന്ന തരത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇപ്പോൾ പുറത്തു വരുന്നത്. ശാസ്ത്രജ്ഞൻ അടക്കമുള്ളവരെ വിലക്കിക്കൊണ്ടുള്ള ഉത്തരവായിരുന്നു നേരത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി, റവന്യൂ വകുപ്പിന്റെയും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നത്. ആ ഉത്തരവിനെ മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ പത്രക്കുറിപ്പിൽ നിന്ന് പൂർണ്ണമായി അദ്ദേഹം തള്ളിക്കളയുകയാണ്. ശാസ്ത്രജ്ഞർ ദുരന്തമേഖല സന്ദർശിക്കുന്നതിനെതിരായ ഉത്തരവ്, അത് പഴയ ഉത്തരവ് പിൻവലിക്കണം എന്നാണ് മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് സംസ്ഥാന സർക്കാരിന്റെ നിലപാടായിട്ട് സംസ്ഥാന സർക്കാർ കാണുന്നില്ല. ശാസ്ത്രജ്ഞരെ വിലക്കുന്നത് ഏതെങ്കിലും തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാടില്ല. അതുകൊണ്ട് ആ ഉത്തരവ് സംസ്ഥാന സർക്കാരിന്റെ നിലപാടല്ലാത്തതുകൊണ്ട് തന്നെ അത് പിൻവലിക്കണം എന്ന ആവശ്യം ചീഫ് സെക്രട്ടറിയോട് തന്നെ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രി. അത് ആ ഉത്തരവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അമൃത, ശരി. സെയ്ഫ് സൈനുലാബ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ദുരന്ത നിവാരണ അതോറിറ്റി നേരത്തെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളും അതുപോലെ ശാസ്ത്രജ്ഞരുമൊന്നും ഈ മേപ്പാടി പഞ്ചായത്ത് സന്ദർശിക്കരുത്, മാധ്യമങ്ങൾക്കുൾപ്പെടെ വിവരങ്ങളൊന്നും നൽകരുത് എന്നൊക്കെയുള്ള ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. ഇപ്പോൾ അത് പിൻവലിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തീരുമാനം വന്നിരിക്കുകയാണ്. സെയ്ഫാണ് വിവരങ്ങൾ നൽകിയത്.